ഞാൻ സാറിനോട് തുടക്കത്തിൽ ചോദിച്ചിങ്ങനെ സിനിമയിൽ എന്താണ് അല്ലാത്തത്, അപ്പോൾ ക്യാമറമാൻ ആവാൻ സാധിക്കാത്തത് ഈ ക്യാമറയുടെ മുമ്പിൽ തന്നെ നിൽക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളെ ആയിരിക്കും സാറ് ക്യാമറയുടെ പുറകിൽ നിർത്തുക. പ്രധാനപ്പെട്ട നമ്മുടെ കണ്ണല്ലേ, കണ്ണാണ്. ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കണ്ണും കരളും ഒക്കെ ആയിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു ക്യാമറമാനാണ് നമ്മുടെ അടുത്ത അതിഥി. പേര് മനു സാർ തന്നെ പറയാം, വിപിൻ മോഹൻ. സാറിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല, കാരണം അത്രയധികം സിനിമകൾ മനു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ക്യാമറാമാൻ ശ്രീ വിപിൻ മോഹനെ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. തുടക്കത്തിൽ ഞാൻ മനു സാറിനോട് ചോദിക്കായിരുന്നു, ഈ ക്യാമറ മാത്രം വർക്ക് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ മേഖലകളിലും എൻ്റെ ഭാഗ്യമായി പോയി. അപ്പോൾ അത്ര വിശ്വാസമാണെന്നാണ് പറയുന്നത്. അത് എന്താണ് അങ്ങനെ ഒരു 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 ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ നോട്ട് ചെയ്ത് വന്ന ബാക്ക്ഗ്രൗണ്ട് അങ്ങ് സ്കൈ എന്നാണ്, കണ്ടോ? അപ്പോൾ ഞാൻ ഇപ്പോഴും ആകാശത്തിലാണ്. ശരി. ഞാൻ മേനോന്ന് വിളിക്കാറില്ല, ബാലുന്ന് വിളിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സൂചിപ്പിച്ചില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ വേറെ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്, ഞാൻ ബാലുവിനെ ആദ്യം കാണുമ്പോൾ ബാലു ഇട്ടിരുന്ന ഷർട്ട് ബ്ലാക്ക് ആയിരുന്നു. അതെ, ശരി. നമ്മളെവിടെ കണ്ട ഓർമ്മയുണ്ടോ? യൂത്ത് ഹോസ്റ്റലിൽ. എക്സാക്ട്ലി. ഇവൻ്റെ കല്യാണം ക്ഷണിക്കാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. യൂത്ത് ഹോസ്റ്റലിൽ അത് ഒരു വളരെ ബോയ്സ് ലുക്കായിരുന്നു. പിന്നെ വിപിൻ ഒരു ലതയാണെന്ന് പറയുന്നത്, എന്നുവെച്ചാൽ പെൺകുട്ടി എന്നല്ല അർത്ഥം, വള്ളി. വിപിന് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടിയാൽ പടർന്ന് കയറും. അത് ഇന്ന് വർത്തമാനം പറഞ്ഞതൊക്കെ തോളത്ത് പിടിച്ച് അത് വേറൊരു ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ വന്നിട്ട് കല്യാണത്തിന് ക്ഷണിച്ചു എന്നോട്, ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു. പക്ഷേ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വേറെ സംഗതിയുണ്ട്. വിപിൻ്റെ ഭാര്യ ഗിരിജ പ്രസവം, ആദ്യത്തെ മകൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി കാണും? ഒരു ദിവസം കഴിഞ്ഞിട്ട് ആണ് തൃശ്ശൂർ വെച്ച് നടക്കുന്ന പ്രേമഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ഈ എന്താ പറയുന്നത് സിനിമാറ്റോഗ്രാഫർ എന്ന ബന്ധം ആരംഭിക്കുന്നു. മകൻ ജനിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ ക്യാമറമാനായി. അത് ഭയങ്കര പ്രേമഗീതങ്ങൾ, അത് നല്ല ഹിറ്റ് പടമായിരുന്നു. പിന്നെ ഏപ്രിൽ 14 മോൻ ജനിച്ച ഏപ്രിൽ 14. അതിനും ഒരു ബന്ധമുണ്ടല്ലേ, 18 ആവാൻ പോകുന്നത്. ഏപ്രിൽ 15 അതിനു മുമ്പ് ബാലുവിനെ ഞാൻ മീറ്റ് ചെയ്തു. വേണുവാണ് എന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അന്നിങ്ങനെ ഇതേമാതിരി ഒരു ബ്ലാക്ക് ഷർട്ട്, ഒന്ന് ഫുൾ കൈ ഷർട്ടാണ്, ഇവിടെ ഒരു കുറിയൊക്കെ ഇട്ട്, ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ ഞാനപ്പോൾ ഷൊർണൂരിൽ നിന്ന് കയ്യിലൊന്നും കാശൊന്നുമില്ല, ഭാര്യ പ്രസവിച്ച് കിടപ്പുണ്ട്, മോനുണ്ട്. അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ കാണും. കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടൊരു 3 പേര് വരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ചു, ഈ വൈകുന്നേരം നേരത്ത് കൂളിംഗ് ഗ്ലാസ് ഇടുന്നെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് സിനിമക്കാരനെ. വന്ന് പറഞ്ഞൊരു ലെറ്റർ തന്നു. നോക്കിയപ്പം ഒരു വരിയേ ഉള്ളൂ, ബാലചന്ദ്രമേനോൻ്റെ നേരിൽ കാണണം. പിറ്റേ ദിവസമാണ് ഒരു ശരിക്കുള്ള സമാഗമം നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാലു, അപ്പോൾ എല്ലാവരും മേനോൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് മേനോൻ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം മേനോൻ എന്ന് വിളിക്കുമ്പോൾ ഒരു അടുപ്പം കുറയുന്ന മാതിരി തോന്നുന്നു, ഞാൻ ബാലു എന്ന് വിളിച്ചോട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ സാധാരണ പെണ്ണുങ്ങളാണ് അങ്ങനെ വിളിക്കാറ്. സത്യമാണ്. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഞാൻ ബാലു, അന്ന് തൊട്ട് എൻ്റെ ബാലുവാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ഓർമ്മ വയ്ക്കുന്നൊരു കാര്യം, എനിക്ക് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ മേനോൻ അഭിനയിക്കണ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ആ എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് വരും, ചിരിയോ. അപ്പം ബാലു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ബാലു നോക്കുന്ന എന്നെ നോക്കിയാൽ ബാലുവിന് അറിയാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ വിപിന് പറഞ്ഞെങ്കിലും വളരെ അതായത് ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ, നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ സീനിൽ അഭിനയിക്കുന്നു, അപ്പോൾ ആ സീനൊരു ഡിസൈഡ് റിസൾട്ട് കാണുമല്ലോ, ഒന്നുകിൽ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് സൂം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും വിപിൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുമെല്ലാം ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ചേർച്ചയുടെ ഒരു ഹൈറ്റ് ഞാൻ പറയുന്നു. ഞാനൊരു തമാശയുടെ കാര്യം പറയുകയാണെങ്കിൽ, ക്ലോസപ്പിൽ പറയുകയാണെങ്കിൽ, നോക്കി പറയുകയാണെങ്കിൽ, വിപിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വിപിൻ്റെ ഈ ഭാഗം ഇത്ര ഞാൻ നോക്കും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചിരിയാണെങ്കിൽ ചിരി, ടെൻഷനാണെങ്കിൽ ടെൻഷൻ. അതുപോലെ സൂം ആണെങ്കിൽ സ്റ്റഡി ആകുന്ന എപ്പോഴാണെന്ന സംഭവം നോക്കണമെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ ഈ ടെക്നിക്കൽ ആസ്പെക്ട് വന്നുകൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഡയലോഗ് അവിടെ കൊണ്ട് നിർത്തണം എന്നുള്ള ടൈമിങ് ഞങ്ങൾ തമ്മിലൊരു എൻജോയ് കണക്ക് കറക്റ്റായിരുന്നു. താരാട്ട് എന്നുള്ള പടത്തിൽ ബാലുവിനെ ക്ലൈമാക്സിൽ കത്തി എറിഞ്ഞിട്ട് ബാലു അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അന്നത്തെ ഈ ഈ ക്യാമറ ഫിക്സ് ചെയ്യുന്ന സാധനമൊന്നും ഇല്ല, കൈ കെട്ടി വെച്ചിരിക്കുക തന്നെ. സത്യം. കാറിൻ്റെ പുറത്ത് ബോണറ്റ്, ഫിയറ്റാണ് കാറ്, ബോണറ്റിൻ്റെ മുകളിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു കയ്യിൽ ക്യാമറയാണ്. അപ്പോൾ എൻ്റെ ബാലുവിൻ്റെ ഒരു എക്സ്പ്രഷൻ എനിക്ക് തീരെ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്രഷൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി അങ്ങ്. കൊല്ലം ബീച്ചിലാണ് ഷൂട്ട് ചെയ്യണത്, വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ വീണ ചത്തുപോകും.
അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ബാലു എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ കാണിച്ചു എന്തിനാ നോക്കിയത് ഞാൻ അല്ലല്ല അതിൽ വേറൊരു കോമഡി ഉണ്ട് ഈ പറഞ്ഞ ഇപ്പഴാ ഓർത്ത് എനിക്കതൊക്കെ ഇന്നലത്തെ മാതിരി ഓർമ്മയുണ്ട്. വെളുപ്പാങ്കാലത്താണ് എടുക്കുന്നത്, ഒരു 5 മണിക്കാണ് എടുക്കുന്നത്. വാക്യൂം ഗ്രിപ്പ് ഇല്ലെന്നാണ് വിവരം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ പുറത്തൂടെ പിന്നെ വടം വെച്ച് കിട്ടിയിരിക്കും, ക്യാമറ ഉണ്ട്. ഞാൻ ശിവാജി ഗണേശൻ സാറിനെ മാതിരി പോകണം, ഈ കുത്തൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഓടിപ്പുണ്ടല്ലോ, ഈ എത്രമാത്രം ലോഡ് കയറ്റാൻ പറ്റുന്ന നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞു, ബാലു ഞാൻ വണ്ടിയുടെ പുറത്തുനിന്നുള്ള കാര്യം മറന്നു വരുമെന്ന് പറഞ്ഞു. അതിലെ കോമഡിയെന്നറിയോ? അത് ടെൻഷനായി പോയി. അല്ല, അതിലെ കോമഡി ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാർ ഓടിക്കുന്നത്. എനിക്കിത് പറഞ്ഞു തന്നു. അമ്മയാണ് സത്യം. അത് പിടിച്ച് ഇതാണ് സംഭവം, ഇത്രയുള്ള എന്താ കാര്യം പറയാമെന്ന് പറഞ്ഞു. ഈ കാർ ഓടിക്കാൻ പോകുന്നതിനെ റേഡിയേറ്ററിൻ്റെ സൈസ് ഓടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളൊന്ന് അത് ഓടിപ്പിക്കാൻ തോന്നി. അപ്പോൾ വേണ്ട വെളുപ്പാങ്കാലമാണ് കാര്യം, ഇതാണ് സംഭവം. സ്റ്റാർട്ട് ചെയ്തു, എന്താണ് ആക്സിലേറ്റർ, ഇത് ക്ലച്ച്, ഇത്രയല്ലേ ഉള്ളൂ, മാറിയുള്ളൂ, പതുക്കെ പോകണം. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാർ ഓടിക്കുന്ന ക്യാമറമാനെ ബോണറ്റിന് മുമ്പ് കെട്ടി വെച്ചിട്ടാണ്. അങ്ങനെ ചില പരീക്ഷണം ദൈവം തരുവില്ല. ഈസ് വെരി കൈൻഡ് എന്നുള്ള എപ്പോഴും പറയാറുള്ളൂ. ഞാൻ ബാലുവിൻ്റെ 9 പടം ചെയ്തു. പൊട്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് 9. ഗീത്തിൽ 504, ഏപ്രിൽ 18. അങ്ങനെയൊക്കെ 9 ഉണ്ട് അല്ലേ? അതേമാതിരി അത് ഞാൻ ഏകദേശം തികച്ചിരിക്കുകയാണ്. ഞാൻ പറയാം, ഞാൻ ഈ സിനിമയുടെ ജീവിതം നോക്കുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് നമ്മുടെ ഒരു വൈകാരികമായൊരു ചാർട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ളത്. അതും തിരിഞ്ഞിരുന്ന് നോക്കി സൂഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നത്, അപ്പം ഞാനപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഡോക്യുമെൻ്ററി എന്താണ് ചെയ്തുകൊണ്ട്, എനിക്ക് അല്ല കണക്ക് പുസ്തകം എന്ന് പാടാം. അതിന് ഒരു ദിവസത്തെ പാച്ച് വർക്ക് ഉണ്ടെന്ന്. അപ്പം ഞാൻ വിപിനെ വിളിച്ചു. വിപിനോട് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വിപിന് ഒരു ദിവസത്തെ ഒരു വർക്കുണ്ട്, വിപിനൊന്ന് ചിത്രം വെച്ചാൽ പിന്നെന്താ. അപ്പം ഞാനതിന് ഇത്ര കാശ് തരും. ഞാൻ പറഞ്ഞു വേറെ കൊണ്ടല്ല, നിങ്ങൾ വയ്ക്കുന്ന വീട് 2 ഇഷ്ടികയുടെ കാശ് എൻ്റെ പേര് വേണം. അങ്ങനെ അത് ഓർമ്മ ഉണ്ട്. അല്ല, അത് നമ്മുടെ സന്തോഷപൂർവ്വം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ അടുത്തൊരു നല്ലൊരു ഓർമ്മ കൂട്ടത്തിൽ പറയാം. എൻ്റെ സഖ്യം കൊണ്ട് വിപിൻ മോഹനെ സത്യം പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി ടു സേ ദാറ്റ് ഹി കുഡ് എന്താ പറയുന്നത്, ബൈ മൈൻഡ് ആൻഡ് ബൈ തോട്ട് ആൻഡ് ബൈ സോ മെനി അതർ തിങ്സ് ഹി കുഡ് ഇമ്പ്രൂവ് ഹിംസെൽഫ്. അതായത് ഒരു ബംഗ്ലിക്കല എന്ന് പറഞ്ഞ പടത്തിന് 100ാം ദിവസം ആഘോഷം നടക്കുക എറണാകുളം രാജേന്ദ്ര. അതൊക്കെ നമ്മൾ ദൈവം ഗോഡ് വാസ് കൈൻഡ് എനഫ് ടു ഗീവ് us ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അന്ന് ഭാഗ്യരാജ അന്ന് വിപിൻ മോഹന് ഷീൽഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾ വെച്ചിരുന്ന ആളെ വേറെ ആരാണ്ട. വിപിൻ മോഹൻ എഴുന്നേറ്റു. അപ്പോൾ ക്യാമറാമാനുള്ള ഷീൽഡ് ഇപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന വിപിൻ എഴുന്നേറ്റു. അത് വല്ലാത്തൊരു മൊമെൻ്റാണ്. JC ആണെന്ന് അനൗൺസ് ചെയ്യുന്നത്, മരിച്ചുപോയി JC. അപ്പോൾ വിപിൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു ചെറിയ ലാഗ് വന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ, ഈ എഴുന്നേറ്റ് നിന്നിട്ട് വരാൻ താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഉടനെ JC പറഞ്ഞു, അതെ വിപിൻ മോഹൻ ഇത് കൊടുക്കാൻ പോകുന്നത് ഇന്നാരല്ല, ഈ തലമുറയിലെ സംവിധായകൻ സത്യൻ അന്തിക്കാടാണ് എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് സത്യൻ റൈറ്റിൽ നിന്ന് എൻ്ററാകുന്നു. വിപിൻ മോഹൻ ഈ ആക്ഷൻ കാണിക്കുന്നു. അവിടെയാണ് അവരുടെ അടുത്ത ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. എത്ര പടം ചെയ്തു സത്യൻ? എത്ര പടം ചെയ്തു? എല്ലാ പടങ്ങളും ചെയ്തു. 30 ഫിലിംസ് വിത്തൗട്ട് ബ്രേക്ക്. അല്ല, അതിൻ്റെ ഒരു ശരിക്കും നിങ്ങൾ ഫേസ് ടു ഫേസ് മീറ്റ് അവിടെ അല്ലേ? അല്ല, ഒത്തിരി. ബാലു എന്നെ പറ്റിച്ചത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. എൻ്റെ മോൻ ജനിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ ബാലുവിൻ്റെ ജനിച്ച സമയത്താണ് ഞാൻ ബാലുവിനെ ചോദിച്ചു, ബാലു എന്ത് പേരാടുണ്ട്? അപ്പം എന്നത് പറഞ്ഞു വിവേക് എന്നിട്ടോ. എൻ്റെ മോനും വിവേക് എന്നിട്ടും, വേണുവിൻ്റെ മോനും വിവേക് എന്നാണ്. 3 വിവേക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എൻ്റെ മോന് വിവേക് എന്നാണ് പേര്. ഈസ് ഹാപ്പി ബൈ ഗോഡ്സ് ഗ്രേസ്. ഈ മകൻ ജനിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് അങ്ങ് ആ റൈറ്റ്സ് പുള്ളി കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വൈഫിൻ്റെ ഫാദർ ചോദിച്ചു, ഈ വിവേകാനന്ദൻ നല്ല പേരാണ്, ഇതാരെ പറഞ്ഞു? നമ്മളിങ്ങനെ ബാലേന്ദ്രമേനോൻ അങ്ങോട്ട് ലേശം വിവരമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മോൻ്റെ പേര് വിനായകനാക്കി. വി ആണ്, പക്ഷെ വിനായകനാക്കി. വിനായകൻ അങ്ങനെ വന്നത്. അത് ഗണപതിയുടെ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നപ്പം വിനായകനാക്കി. അപ്പോൾ അവൻ തിരിച്ചു എന്ന് പറഞ്ഞു, അച്ഛൻ ഈ പേരിൽ ചെറിയ പ്രശ്നമുണ്ട്, കാരണം അച്ഛൻ ഗണപതി ഭക്തനായതുകൊണ്ട് ഞാൻ ഒരുപാട് പിന്നരായി പോയത്. അപ്പോൾ വി എന്ന പേര് തുടങ്ങുകയാണെങ്കിൽ പല ഇൻ്റർവ്യൂവിനും പോകുമ്പോൾ അവസാനം നിലയിൽ പോയി നിൽക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനൊരു അഖിൽ വിട്ടു കൊടുത്തു. അപ്പോൾ അഖിൽ വിനായക. അപ്പോൾ എനിക്ക് ബാലു എന്നെ കരയിപ്പിച്ച ഒരു കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുള്ളി കരയിപ്പിക്കാൻ എടുക്കുന്ന. അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ ബ്രേക്ക് വന്നു. ഒന്നുമില്ല, ഒരു അകൽച്ച എന്ന് പറയാൻ പറ്റില്ല. കാണാറായി, വർത്തമാനം പറയാതെയായി, എന്തോ ആവട്ടെ, കാരണം എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം ഒരു ജാനുവരി എനിക്കൊരു കത്ത്, ഒരു ഫോട്ടോ 10 വർഷം മുമ്പ് നമ്മളിങ്ങനെയായിരുന്നു. 10 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു ഫോട്ടോ നമ്മൾ വിത്ത് ഫാമിലി ഞാൻ അയച്ചു. ഞാൻ ഉടനെ ടെലിഫോൺ ചെയ്തു. അകൽച്ചയും പോയി, പിണക്കവും പോയി, ഗ്യാപ്പും പോയി, എല്ലാം പോയി അല്ലേ? ഞാൻ കരഞ്ഞു പോയി. സമാധാനത്തിൻ്റെ വേദിയിലേക്ക് ബാലേന്ദ്ര മേനോൻ കണ്ടെത്തിയൊരു നായികയെ തന്നെ അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ക്ഷണിക്കാം.
മേനോൻ സാർ പരിചയപ്പെടുത്തിയ ഒരുപാട് നായികമാരുണ്ട്. അതിൽ വളരെ പ്രശസ്തയായ നിങ്ങൾക്ക് പ്രിയങ്കരിയായ ഒരു നായികയെ ഞാനിതാ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ശ്രീമതി ലിസി. നേരത്തെ വിപിൻ മോഹൻ പറഞ്ഞു ഓരോ നായികമാരെ കണ്ടെത്തുന്ന രീതികൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ അല്ലേ നായികയാക്കാം അല്ലെങ്കിൽ അഭിനയിപ്പിക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ സാറിന് തോന്നിയ എങ്ങനെയാണ് ഈ നായികയെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്? അതായത് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ എപ്പോഴും പറയും നമ്മൾ കൊണ്ടുവന്നു എന്ന് പറയുന്നതിനോട് ഒരു രീതിയിൽ യോജിക്കുന്ന ഒരാളല്ല ഞാൻ. അതൊരു നിമിത്തവും നിയോഗമാണ്. ഞാൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഒന്നൊരു പടം എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ലിസി എന്ന് പിന്നെ ഇവിടെ സെൻട്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10th കഴിഞ്ഞ് +1 അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എറണാകുളത്താണ് ഷൂട്ടിങ്. ഞാൻ BTH താമസിക്കുക. BTH ഒരു ചുറ്റിപ്പറ്റിയുള്ള സിനിമ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ എൻ്റെ പെങ്ങളായിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, ഇത്തിരി ഫെയർ സ്കിൻ വേണമെന്നുണ്ടായിരുന്നു എനിക്ക്. അല്ല, പടത്തിൽ നമ്മുടെ ക്യാരക്ടറും ഈ എനിക്കുള്ള വേറൊരു പ്രശ്നം, ഞാൻ ഈ സ്ക്രീനിൽ വരുന്ന സമയത്ത് എനിക്കൊരു ഹിഡൻ കളറോട് ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര നിറമില്ല, അതിൽ കൂടുതൽ തോന്നിപ്പിക്കും. ചില ആൾക്കാർക്ക് ഉള്ള നിറം കുറവായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് എൻ്റെ പെങ്ങളായിട്ട് വരുന്ന ഒരു പെൺകുട്ടി നിറം നന്നായി വേണമെന്ന് കരുതി അങ്ങനെ പലരും അന്വേഷിച്ച കൂട്ടത്തിൽ എനിക്ക് എങ്ങനെ ലിസി എന്ന് പറഞ്ഞ കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ലിസി വന്നു. ലിസിയെ കണ്ടു. അത് ലിസിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫാക്റ്റ്, ഒരു വാട്ട് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ് വാസ്, ഞാൻ പ്രതീക്ഷിച്ചൊരു മുഖമായിരുന്നില്ല ലിസിയിൽ. ഞാൻ കൂടെ അതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ ഒരു തനി നമ്മുടെ കേരളത്തിൻ്റെ രീതിയിലുള്ള ഒരു മുഖം, ഈ വരയ്ക്കുമല്ലോ മുഖം, കേരളീയരുടെ മുഖം വരച്ച് വയ്ക്കുമല്ലോ, അത് വെച്ച് നോക്കുമ്പം എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത് ഇതൊരു ഡിഫറെൻറ്റ് ഫേസാണെന്ന് തോന്നി. ആ ഡിഫറെൻറ്റ് ഫേസ് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ലിസി ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു മലയാളി അല്ലാത്ത ഒരാളായിട്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കും അവർ. അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് പറഞ്ഞു ഈ കുട്ടി തന്നെയാണ്, ഓക്കെ അങ്ങനെയാണ്. ഞാൻ അതിലെൻ്റെ നായികയായിട്ടൊന്നുമില്ല പറഞ്ഞത്, എൻ്റെ പെങ്ങളായിട്ടാണ് ആ പടത്തിൽ ഇത്തിരി നേരത്തിൽ. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഡയറക്ടർ എന്നുള്ളതിൽ? വരട്ടുമായിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ. ഇപ്പോഴും ആദ്യത്തെ ദിവസം പോയി കൈയും കാലമൊക്കെ വിറയ്ക്കായിരുന്നു. ഇപ്പോഴും മേനോൻ സാറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴും കുറച്ചൊക്കെ കൈ വിറയ്ക്കുന്നുണ്ട്. ലിസിയായിട്ട് എനിക്ക് പിന്നെ ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്ത കാര്യം, ലിസിക്കൊന്ന് വരുമ്പോൾ ലിസിക്ക് ഇപ്പം ഇന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം എന്താ പറയുന്നത്, പിന്നെ പ്രിയദർശൻ്റെ ഭാര്യയാണ്. അപ്പം ഈ ഭക്ഷണമില്ലാത്ത സമയത്ത് നമുക്ക് ആഹാരത്തെ പറ്റി പറയാൻ പാടില്ല എന്നുള്ളൂ. ഇപ്പോൾ സിദ്ദിഖ് വിശന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ജലേബിയുടെ കാര്യം പറയരുത്. ഇപ്പോൾ ലിസി ഈസ് ഫുൾ വിത്ത് സിനിമ. കാരണം പ്രിയദർശൻ്റെ ഭാര്യയാണ്, ഹിന്ദി സിനിമാ താരങ്ങളെയും എല്ലാം അടിക്കടി ഈ പറഞ്ഞ നല്ല പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് പറയാം. അന്ന് ലിസിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം നടത്തുമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അത് ഞാൻ നോക്കി ഇപ്പോൾ ഇറങ്ങി വരാൻ നേരത്തെ സ്റ്റെപ്പ് അങ്ങനെ നേരത്തെ നടക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാനത് എന്തത് ഇതൊരു നടത്തത് എനിക്കിത് അഭിനയിച്ചാൽ എനിക്ക് അറിയാമെങ്കിലും അൺലൈക്ക് അതേഴ്സാണ് നടക്കുക. ഞാൻ പിന്നെ നോക്കിയപ്പോൾ ലിസി പെർഫോം ചെയ്യുന്നതൊക്കെ അപ്പോൾ എനിക്ക് ലിസിയുടെ ശരീരക്കൂറിനും ലിസിയുടെ ഒരു പിന്നെന്താ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ ലിസി ഡാൻസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ല, എൻ്റെ ഒരു അപ്പുറത്തൊരു തോന്നൽ ഡാൻസ് ചെയ്യേണ്ട ഒരു ആപ്റ്റിറ്റ്യൂഡ് ഈ കുട്ടിക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള എൻ്റെ ധാരണ. ഞാൻ വർഷങ്ങൾക്ക് ശേഷം വിക്രം എന്ന് പറയുന്ന പടം തിയേറ്ററിൽ കാണുമ്പോൾ ലിസി കമലഹാസനോടൊപ്പം ഡാൻസ് ചെയ്യുന്നു. ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ കമൽഹാസനോട് ചോദിച്ചറിയാം അദ്ദേഹം എത്രമാത്രം എന്നെ അങ്ങനെ ഡാൻസ് ചെയ്യാൻ കഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് ഐ വാസ് സോ എന്താ പറയുക സർപ്രൈസ്, ഐ ഫെൽ റിയലി പ്രൗഡ്. ഞാൻ ലിസിയെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ലിസി, ഞാൻ ഇത് ലിസി ഡാൻസ് ചെയ്ത് കണ്ടപ്പോൾ ഐ റിയലി ഫെൽ പ്രൗഡ്. കാരണം എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം സാധനം. ഇനി നേരത്തെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് ലിസിയോട് ചോദിച്ചു. ആയിക്കോട്ടെ, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ പ്രശ്നം എപ്പോഴെങ്കിലും ഉണ്ടാവും. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പറയണം. നേരത്തെ പറഞ്ഞല്ലോ, ഈ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ ചെന്നിട്ട് ഈ ഡയലോഗ് മാത്രം പറയും, അപ്പോൾ നേരിട്ട് സംസാരിക്കില്ല. ഡയലോഗ് അഭിനയമൊന്നുമല്ല, സാർ അഭിനയിച്ച് കാണിക്കും, അതുപോലെ നോക്കി നിൽക്കും, അതുപോലെ ചെയ്യും. ഈ ഫസ്റ്റ് 4 പടം മേനോൻ സാറിൻ്റെ കൂടെ ചെയ്തത്. അത് കഴിഞ്ഞ് വെളിയിൽ നമ്മളൊരു പടം ചെയ്തപ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഡയറക്ടർ അതുപോലെ അഭിനയിച്ച് കാണിക്കും. ഞാനിങ്ങനെ ഡയറക്ടർ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഡയറക്ടറൊന്നും കാണിക്കുന്നില്ല, ഓക്കെ സ്റ്റാർട്ട്. എന്ത് സ്റ്റാർട്ട്, എന്നെ ഒന്ന് കാണിച്ചല്ലോ. വലിയ ബുദ്ധിമുട്ടായിരുന്നു അത്. ഇനിയൊരു ഡയറക്ടറെ പടത്തിൽ അഭിനയിക്കുമ്പോൾ, അതായത് ഒന്നും നമുക്ക് ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യണ്ട, നേരെ അവിടെ നിൽക്കുക. സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പ് മേനോൻ സാർ അവിടെ നിന്ന് അഭിനയിച്ച് കാണിക്കും, അതുപോലെ നിൽക്കും, തിരിച്ചു പോയിരിക്കും. അവിടെ എനിക്കാണ് അന്ന് 15 വയസ്സേ ഉള്ളൂ. കുറച്ച് പേടിയാണ്, മേനോൻ സാറിന് നല്ല പേടിയായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പോൾ ഒരു പ്രായമൊക്കെ ആയതിൻ്റെ ഒരു ധൈര്യമൊക്കെ ഉണ്ട്. സിദ്ദിഖ് പ്രായമായിരുന്നോ? അല്ല, എനിക്ക്. അത് ശരി, ഞാൻ ഷോക്കായി പോയി. ഞാൻ വളരെ സന്തോഷത്തിരിക്കരുത്. ഇത്രയും നേരം ലിസി വന്നിട്ട് ബോംബം കൂട്ടിച്ചു. ഈ പടം അഭിനയിച്ച് കഴിഞ്ഞിട്ട് നേരെ പഠിക്കാനാണ് പോയത്. അപ്പോൾ അന്ന് ഈ കേൾക്കാത്ത ശബ്ദമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്രേസിലിരിക്കുന്ന സമയം. അപ്പോൾ ഈ ബാലചന്ദ്രൻ മേനോൻ വലിയ നീളമുള്ള പേരല്ല, അതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കൂടെ BCM എന്ന് ചുരുക്കിയേ വിളിക്കുള്ളായിരുന്നു. അങ്ങനെ കോളേജും ഇല്ലേ സർ?
അല്ല ഞാൻ പഠിച്ച സെയിന്റ് അല്ല, BCM BCM കോളേജ് അല്ല ഉണ്ട്. ഇത് BCM. ഈ ബാലചന്ദ്രൻ മേനോൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെയുണ്ട് BCM, എനിക്ക് പറയാൻ പറ്റുമോ, ഞങ്ങളെല്ലാം സംസാരിച്ചിട്ട് പോലും ഇല്ല, പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാ, അങ്ങനെ പറയാൻ പറ്റില്ല. ഓ ഭയങ്കര ഫ്രണ്ട്ലിയാ, സിനിമയിലൊക്കെ കാണുന്ന പോലെ കോമഡിയൊക്കെ പറഞ്ഞു, ഭയങ്കര ജോളി, എല്ലാം ചുമ്മാ പുള്ളി അടിച്ചിട്ട് ഇപ്പോഴാണ് സംസാരിക്കുന്നത് തന്നെ. ശരി, ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് ഇതുവരെ മനസ്സാനോട് സംസാരിച്ചിട്ടേ ഇല്ല. അതായത് അല്ല, പക്ഷേ അത് അല്ല, അത് ഒരു ഭയം കൊണ്ടല്ല, ഒരു റെസ്പെക്ട് കൊണ്ടാണ്. ബേസിക്കലി അങ്ങനെ ടോക്കറ്റീവ് ഒന്നും അല്ല ആണ് ടോക്കറ്റീവ് ആണ്. യു ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. അല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളൊക്കെ കാണുന്ന ലിസി ഭയങ്കര വാചകടിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു സാറിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ വളരെ ക്വയറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം, അതായത് വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കുടുംബത്തിൽ തിരിച്ചെത്തി എല്ലാവരെയും കണ്ട ഒരു സന്തോഷമുണ്ട്. അല്ല, ദാറ്റ് ഫീലിംഗ് ഈസ് വെരി ഗ്രേറ്റ്. അത് എന്ത് പറഞ്ഞാലും ശരി, ഈ മനുഷ്യനെന്ന് പറയുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ളവനാണ്. അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പോൾ ലിസിയൊക്കെ അല്ലെങ്കിൽ സിദ്ദിഖിൽ എന്നെ നമ്മൾ കാണുമ്പോൾ എപ്പോഴും കണ്ടു കഴിയുമ്പം ഉള്ള ആ ഒരു മൊമെൻ്റ് ഈസ് വണ്ടർഫുൾ. അതിനെ ഞാൻ മാക്സിമം ഞാൻ ആസ്വദിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ബോറടിപ്പിക്കാതെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിടയ്ക്കിടയ്ക്ക് കൺട്രോളിൻ്റെ കാര്യത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം വരത്തില്ല. എത്ര മക്കളാന്ന് പറഞ്ഞില്ലേ? 2 പേര്. ഞാൻ ലിസിയുടെ മോളുമായിട്ട് സംസാരിച്ചു. മോളുടെ പേരെന്തുവാ? കല്യാണി. ഞാനവിടെ പോയിട്ട് പിന്നെ വിളിച്ചപ്പം മദ്രാസിൽ മൊബൈൽ എടുത്തത് മോളാണ്. അപ്പോൾ എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് ലിസിയല്ലേ അറിയത്തുള്ളൂ. ക്യാൻ ഐ സ്പീക്ക് ടു ലിസി പ്ലീസ്, ഹു ഇസ് ദിസ്? അപ്പോൾ എനിക്ക് ബാലേന്ദ്രൻ എന്ന് പറയാൻ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പങ്കം വന്നു. എനിക്ക് ഞാൻ വേണ്ട, ഞാൻ പറഞ്ഞു വെരി സോ മദർ ഗോൺ, ഹു ഇസ് ദിസ്? ഞാൻ ഐ ഗോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, ഐ വിൽ ഗീവ് ഹർ മൊബൈൽ നമ്പർ. വേറെ നമ്പറെ കുറിച്ച് വന്നു എനിക്ക് കിട്ടാനായിട്ടേ. ഷീ ഹാസ് ടു അറ്റൻഡ് സം അതർ വെഡിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പേരൊക്കെ നാടൻ പേര്, കല്യാണി, സിദ്ധാർത്ഥ്. ഇനി സാർ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല ഹീറോയിൻസും ഇപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഞാൻ, പാർവതി, കാർത്തിക, വളരെ അഭിമാനിക്കുന്നു. കാരണം ഞാൻ കരിയർ വൈസും വളരെ സക്സസ്ഫുൾ ആയിരുന്നു, ലൈഫ് വൈസും വളരെ സക്സസ്ഫുൾ ആയിരുന്നു.